കോൺഗ്രസിന്റെ ഏറ്റവും സുരക്ഷിതമായ മണ്ഡലമായി കണക്കാക്കപ്പെടുന്ന വയനാട്ടിൽ 2014 വലിയ മുന്നേറ്റം നടത്താൻ ഇടത് സ്ഥാനാർത്ഥി സത്യൻ മൊകേരിക്ക് കഴിഞ്ഞിരുന്നു. 2009 റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ എം.എ. ഷാനവാസിനെ പാർലമെന്റിലേക്ക് അയച്ച കോൺഗ്രസിന്റെ വയനാടൻ കോട്ടയിൽ 2014 വലിയ വിള്ളലാണ് വീണത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലും LDF മുന്നേറ്റം തുടർന്നു. മണ്ഡലത്തിൽ സ്വാധീനമുള്ള വീരേന്ദ്രകുമാറിന്റെ ലോക് താന്ത്രിക് ജനതാദളും CK ജാനു നയിക്കുന്ന ജനാധിപത്യ രാഷ്ട്രീയ സഭയും ഇത്തവണ ഇടതുപക്ഷത്തിനൊപ്പമാണ്. ഇതും LDF ക്യാമ്പിൽ ആത്മവിശ്വാസം ഉയർത്തിയിട്ടുണ്ട്. സർക്കാരിന്റെ മികച്ച പ്രതിച്ഛായയും മാറിയ രാഷ്ട്രീയ സാഹചര്യവും ഇത്തവണ വയനാട്ടിൽ ഗുണകരമാകുമെന്നാണ് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ. 4 MLA ഇപ്രാവശ്യം LDF ആണ്. കഴിഞ്ഞ പ്രാവശ്യം 7 എന്നിട്ട് ഞങ്ങൾ 20,000 വോട്ടിനാണ് ഞങ്ങൾ പുറകിൽ പോയത്. അപ്പോൾ ആ 4 കോൺസ്റ്റിറ്റ്യുവൻസിയിലെ അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ വിജയമെല്ലാം തന്നെ ഞങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നതാണ്. CPIയുടെ കയ്യിലുള്ള സീറ്റിൽ ഇത്തവണയും സത്യൻ മൊകേരി തന്നെ സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. ജില്ലയിൽ നിന്ന് തന്നെയുള്ള പൊതുസമ്മതനായ സ്വതന്ത്രൻ സ്ഥാനാർത്ഥിയാകാനും സാധ്യതയുണ്ട്. അതേസമയം മുന്നണിയുടെ ഭാഗമായില്ലെങ്കിലും ഇടതുപക്ഷവുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന CK ജാനുവിനും വയനാട്ടിൽ മത്സരിക്കാൻ താല്പര്യമുണ്ട്. ഇക്കാര്യം CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനെ ജാനു അറിയിച്ചതായാണ് വിവരം. BJP സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ശബരിമല വിഷയത്തിലെ പാർട്ടി നിലപാട് തെരഞ്ഞെടുപ്പിൽ സഹായകമാകുമെന്നാണ് BJPയും കണക്കുകൂട്ടുന്നത്. നിഖിൽ പ്രമേഷ്, 24 വയനാട്. വാർത്തകളുടെ ലോകത്ത് വജ്രമൂർച്ചയുമായി എത്തിയ 24 ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലും സ്മാർട്ട് ടിവിയിലും. DTHO കേബിൾ കണക്ഷനോ ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ച് യൂട്യൂബ് ആപ്പിലൂടെ 24 ന്യൂസ് ചാനൽ നിങ്ങൾക്ക് ലൈവായി കാണാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിന്നും സ്ക്രീൻ മിററിംഗിലൂടെ 24 നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ HD ദൃശ്യമികവിൽ ഇപ്പോൾ ആസ്വദിക്കാം. 24 നിലപാടുകളിൽ സത്യസന്ധത. This is 24.